ഹലോ, നമ്മുടെ NIOS +2 വിദ്യാർത്ഥികളുടെ ഹോം സയൻസ് ബുക്കിലെ ടെക്സ്റ്റിലെ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ഉണ്ട്, ഫാമിലി ഹെൽത്ത് ആൻഡ് സെക്യൂരിറ്റി. അപ്പോൾ ഇതിൽ ഫാമിലിയുടെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഫാമിലി ടോപ്പിക്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഫാമിലി എന്ന് പറയുന്ന 2 ടൈപ്പ് ഓഫ് ഫാമിലിയാണ് അതിൽ പറയുന്നത്. ന്യൂക്ലിയർ ഫാമിലിയും അതുപോലെ തന്നെ ജോയിൻറ്റ് ഫാമിലിയും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ന്യൂക്ലിയർ ഫാമിലി എന്താണ്, ജോയിൻറ്റ് ഫാമിലി എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത് എന്താണ്, അണുകുടുംബം അല്ലേ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഓൾമോസ്റ്റ് എല്ലാവരും അണുകുടുംബമായിരിക്കും, അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫാമിലി ആയിരിക്കും. ഈ ന്യൂക്ലിയർ ഫാമിലി എന്താണെന്ന് വെച്ചാൽ, ഈ ന്യൂക്ലിയർ ഫാമിലിയിൽ ഒരു അച്ഛൻ, ഒരു അമ്മ, അവരുടെ അവിവാഹിതരായിട്ടുള്ള മക്കൾ, ഇത്രയേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതായത് ഒരു ഫാമിലി അച്ഛൻ, അമ്മ, അവരുടെ മക്കൾ, അവിവാഹിതരായിട്ടുള്ള മക്കൾ, ഇത്രയേ ഉണ്ടാവത്തുള്ളൂ. ചില സന്ദർഭങ്ങളിൽ എന്തുണ്ടായിരിക്കും, മേ ബി അവരുടെ അച്ഛനുണ്ടായിരിക്കും, അല്ലെങ്കിൽ അമ്മയുണ്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ 1-2 അഡീഷണൽ ആയിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും, അവിവാഹിതരായ ബ്രദറോ സിസ്റ്ററോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു അണുകുടുംബം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അണുകുടുംബമായിരിക്കും. നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും ജീവിക്കുന്നത് മേ ബി അണുകുടുംബമായിരിക്കും അല്ലേ. അച്ഛൻ, അമ്മ, ബ്രദർ, സിസ്റ്റർ എന്ന് പറയുന്ന ഒരു ചെറിയ ഫാമിലി. ഇനി നമുക്ക് ജോയിൻറ്റ് ഫാമിലി എന്താണെന്നുള്ളത് നോക്കാം. ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്നതിൻ്റെ മലയാളം എന്താ, നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ള കൂട്ടുകുടുംബം അല്ലേ. കൂട്ടുകുടുംബം എന്ന് പറയുന്ന ഏറ്റവും പരമ്പരാഗതമായിട്ട് എല്ലാവരും കാത്തു സൂക്ഷിച്ചു വരുന്ന ഒരു കാര്യമാണ് കൂട്ടുകുടുംബം എന്ന് പറയുന്നത്. എല്ലാവർക്കും ചിലർക്ക് കൂട്ടുകുടുംബം ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം ഒത്തിരി അണുകുടുംബങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി ന്യൂക്ലിയർ ഫാമിലീസ് ചേർന്നതാണ് ഒരു കൂട്ടുകുടുംബം എന്ന് പറയുന്നത്. ഒരു അച്ഛൻ, അമ്മ ഉണ്ടായിരിക്കും, അവരുടെ മക്കളുണ്ടായിരിക്കും. മക്കൾ മേ ബി കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞെങ്കിൽ അവരുടെ ഭാര്യമാർ, കുട്ടികളുണ്ടായിരിക്കും. അവരുടെയും കുട്ടികളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കളുണ്ടായിരിക്കും. അങ്ങനെ മൊത്തത്തിൽ കുറേ ന്യൂക്ലിയർ ഫാമിലീസ് ചേർന്നതാണ് ഒരു കൂട്ടുകുടുംബം എന്ന് പറയുന്നത് അല്ലേ. മക്കള്, അവരുടെ മക്കള്, പേരക്കുട്ടികൾ അല്ലേ, ചെറുമക്കൾ എന്നൊക്കെ പറയുന്ന പോലെ ഒത്തിരി പേരുണ്ടായിരിക്കും. ഇവിടെന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഒരു കിച്ചൺ ഉണ്ടായിരിക്കും, സ്വത്തുക്കൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ ഇവർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഒരു അടുക്കള കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ പ്രോപ്പർട്ടീസ്, കുറേ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഏറ്റവും പ്രായം ചെന്ന ഒരു അച്ഛനോ അമ്മയോ ഉണ്ടായിരിക്കും അല്ലേ. ആ ഒരു ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ പറയുന്നത് പോലെ ഒരു മുത്തച്ഛൻ അല്ലെങ്കിൽ ഒരു മുത്തശ്ശി എന്നൊക്കെ പറയും പോലെ മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടായിരിക്കും. അവരായിരിക്കും നമ്മുടെ ഫാമിലീൻ്റെ ഗൃഹനാഥ അല്ലെങ്കിൽ ഗൃഹനാഥൻ എന്ന് പറയുന്നത്. അവരായിരിക്കും തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ജോയിൻറ്റ് ഫാമിലി ആൻഡ് ന്യൂക്ലിയർ ഫാമിലി, അണുകുടുംബം ആൻഡ് കൂട്ടുകുടുംബം അല്ലേ. കുറേ ന്യൂക്ലിയർ ഫാമിലീസ് ചേർന്നതാണ് നമ്മുടെ കൂട്ടുകുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൂട്ടുകുടുംബത്തിന് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫാമിലിക്ക് ആണെന്നുണ്ടെങ്കിലും എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ഉണ്ടായിരിക്കും അല്ലേ. ഒരു അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ നോക്കുന്നത് കൂട്ടുകുടുംബത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കാം. പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസിൽ, അതായത് ജോയിൻറ്റ് ഫാമിലിയുടെ അഡ്വാൻറ്റേജസിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പരസ്പര സഹകരണത്തോടെ ജീവിക്കാൻ പഠിപ്പിക്കുന്നത് നമ്മുടെ ജോയിൻറ്റ് ഫാമിലീസ് തന്നെയാണെന്ന് നമുക്ക് പറയാം അല്ലേ. ഇപ്പോൾ അതിൽ തന്നെ എന്തെങ്കിലും ജോലികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ജോലി എന്ന് പറയുന്നത് വീട്ടുജോലി അല്ലെങ്കിൽ കൃഷിയോ മറ്റെന്ത് ജോലി ആയിക്കോട്ടെ, അതെല്ലാം പരസ്പര സഹകരണത്തോടെ ജീവിക്കാനും ഷെയർ ചെയ്ത് ജീവിക്കാനൊക്കെ പഠിപ്പിക്കുന്നത് ഈ കൂട്ടുകുടുംബം തന്നെയാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ പ്രായമായവരൊക്കെ ഉണ്ടായിരിക്കും അല്ലേ, അച്ഛൻ, അമ്മ എന്ന്. അപ്പോൾ മുത്തശ്ശൻ, മുത്തശ്ശി ആരും ആയിക്കോട്ടെ, ഈ പ്രായമായവരെയൊക്കെ നോക്കി ജീവിക്കാനും അവരെ എങ്ങനെ പരിചരിക്കണം എന്നുള്ളതൊക്കെ ഒരു പ്രേരണ നമുക്ക് ലഭിക്കുന്നത് കൂട്ടുകുടുംബത്തിൽ നിന്നാണ്. നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കൂട്ടുകുടുംബം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ മെയിൻ 4 പോയിന്റാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത്. പരസ്പര സഹകരണത്തോടെ ജീവിക്കാൻ പഠിപ്പിക്കുന്നു, അതുപോലെ തന്നെ കൃഷി ആയാലും മറ്റെന്ത് ജോലികളായാലും അത് ഷെയർ ചെയ്ത് ജീവിക്കാൻ പഠിപ്പിക്കുന്നു, അതുപോലെ പ്രായമായവരെ എങ്ങനെ പരിചരിക്കണം, എങ്ങനെ നോക്കണം എന്നുള്ളത് ഒരു പ്രേരണ നമ്മുടെ കൂട്ടുകുടുംബത്തിൽ നിന്ന് ലഭിക്കുന്നു. നാലാമത്തെ ഒരു കാര്യം, സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു. ഈ 4 കാര്യങ്ങൾ. ഇനി നമുക്ക് നോക്കേണ്ടത് ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 3 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഡിസ്അഡ്വാൻറ്റേജസ്, കൂട്ടുകുടുംബത്തിൻ്റെ നെഗറ്റീവ് വശത്തിൽ പറയുന്ന 3 മെയിൻ കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്
സ്വത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ബിസിനസിന്റെ പേരിൽ ഇതിലൊക്കെ തർക്കങ്ങൾ വരുന്നത് ഈ കൂട്ടുകുടുംബത്തിലാണ് അല്ലേ. ഷെയർ ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നത്, ഏറ്റവും കൂടുതൽ തർക്കങ്ങൾ വരുന്നത് സ്വത്തിന്റെ പേരിൽ ഒക്കെ തർക്കങ്ങൾ വരുന്നത് കൂട്ടുകുടുംബത്തിലാണ്. ഓപ്പൺ ആയിട്ടുള്ള ഒരു തുറന്ന തർക്കങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം, സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഒതുങ്ങി ജീവിക്കേണ്ട, അകത്തളങ്ങളിൽ തന്നെ ഒതുങ്ങി ജീവിക്കുക എന്ന് പറയില്ലേ, 4 ചുമരിനുള്ളിൽ ഒതുങ്ങി ജീവിക്കുക എന്ന് പറയില്ലേ, അത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് കൂട്ടുകുടുംബത്തിലാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ മോശമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത് പ്രധാനമായിട്ടും കൂട്ടുകുടുംബത്തിലാണ്. അപ്പോൾ ഈ 3 പോയിന്റാണ് ഡിസ്അഡ്വാൻറ്റേജസിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. സ്വത്തിൻ്റെ പേരിലുള്ള തർക്കം, അതുപോലെ സ്ത്രീകൾ ഒതുങ്ങി ജീവിക്കേണ്ടി വരിക, സ്ത്രീകളെ മോശമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത്, ഈ 3 കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ന്യൂക്ലിയർ ഫാമിലി അണുകുടുംബത്തിലേക്ക് അടുക്കാം. അണുകുടുംബത്തിലെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അണുകുടുംബത്തിലെ അതായത് ന്യൂക്ലിയർ ഫാമിലിയിലെ അഡ്വാൻറ്റേജസ് മെയിനായിട്ടും 4 കാര്യങ്ങളാണ് പറയുന്നത്. ഓഫ് കോഴ്സ് ഒന്നാമത്തെ കാര്യം ഊഹിക്കാം, നല്ലോണം ഫ്രീഡത്തിൽ സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ളൊരു സമയം അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം ഈ ന്യൂക്ലിയർ ഫാമിലിയിൽ അധികമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് പോലും സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പ്രേരണ ലഭിക്കുന്നത് ന്യൂക്ലിയർ ഫാമിലിയിലാണ്. അത് നമുക്ക് ജോയിൻറ്റ് ഫാമിലിയിൽ കിട്ടാൻ സാധ്യതയില്ല. അതുപോലെ മൂന്നാമതായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ വൈകാരികപരമായിട്ട് ഇമോഷണലി നല്ലൊരു കണക്ഷന് ഈ ന്യൂക്ലിയർ ഫാമിലിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലഭിക്കുന്നുണ്ട്. അത് നമുക്ക് ജോയിൻറ്റ് ഫാമിലിയിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അതുപോലെ ഏറ്റവും കൂടുതൽ പരസ്പര സമ്പർക്കം അല്ലെങ്കിൽ പരസ്പരം ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരവും ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ന്യൂക്ലിയർ ഫാമിലിയിലാണ് അല്ലേ. അപ്പോൾ ഈ 4 പോയിന്റാണ് പ്രധാനമായിട്ടും വരുന്നത്. ഒന്നാമത്തെ കാര്യം നല്ലോണം ഫ്രീഡം കിട്ടും. രണ്ടാമത്തെ കാര്യം കുട്ടികൾക്ക് പോലും സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു അവസരം കിട്ടും. മൂന്നാമത്തെ കാര്യം ഇമോഷണലി നല്ലോണം കണക്റ്റഡ് ആയിരിക്കും. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ക്വാളിറ്റി ടൈം അധികം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സമയം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ ന്യൂക്ലിയർ ഫാമിലിയിലാണ്. ഇനി നമുക്ക് ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പ്രധാനമായിട്ടും 3 പോരായ്മകളാണ് നമ്മുടെ ന്യൂക്ലിയർ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഇപ്പം മുതിർന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വലിയ യുവതികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒരു സപ്പോർട്ട് ലഭിക്കണമെന്നില്ല. അതായത് ഒരു പ്രായമായവരിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് യുവാക്കൾക്ക് ലഭിച്ചോളണമെന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ രക്ഷിതാക്കൾ അച്ഛനും അമ്മയും ഒക്കെ വർക്കിന് പോകുന്ന ആൾക്കാരാണ്, ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് ലഭിക്കേണ്ട ആവശ്യത്തിന് ലഭിക്കേണ്ട ഒരു പരിചരണം കൂടാണ്ട് കെയർ എന്ന് പറയാം, അല്ലെങ്കിൽ അവരെ കുട്ടികളായിരിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അവരുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. അവരുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക, കെയർ ചെയ്യുക, ഇതൊന്നും ഈ അച്ഛനമ്മമാർ വർക്കിന് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ലഭിച്ചോളണമെന്നില്ല. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എന്തെങ്കിലും ഒരു അപകടമോ കാര്യങ്ങളോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും സാമ്പത്തികപരമായിട്ടാണെന്നുണ്ടെങ്കിലും വൈകാരികപരമായിട്ടാണെന്നുണ്ടെങ്കിലും പിന്തുണ ലഭിച്ചോളണമെന്നില്ല. അതായത് കൂടുതൽ ഒരു പിന്തുണ ലഭിച്ചോളണമെന്നില്ല. കാരണം നമ്മൾ ന്യൂക്ലിയർ ഫാമിലിയാണ്, ആൾക്കാർ അത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ഇൻകം വരുന്നത് അത്രയേ ഉള്ളൂ എന്നാണെന്നുണ്ടെങ്കിൽ, ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും വൈകാരികപരമായിട്ടാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ സാമ്പത്തികപരമായിട്ടാണെന്നുണ്ടെങ്കിൽ പിന്തുണ ലഭിക്കുന്നത് വളരെ കുറവായിരിക്കും. ഈ പ്രധാനപ്പെട്ട 3 പോയിന്റുകളാണ് നമ്മൾ പോരായ്മകളിൽ നോക്കേണ്ടത്. എന്താണ്, യുവാക്കൾക്ക് പ്രായം ചെന്നവരിൽ നിന്നുള്ള സപ്പോർട്ട് അധികം ലഭിച്ചോളണമെന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കൾ വർക്കിന് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അമിതമായിട്ടുള്ള ഒരു പരിചരണം ലഭിച്ചോളണമെന്നില്ല. മൂന്നാമത്തെ ഒരു കാര്യം, അപകടമോ കാര്യങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇമോഷണലി ആണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്. ആദ്യം തന്നെ ന്യൂക്ലിയർ ഫാമിലി എന്താണെന്ന് നോക്കാം. അച്ഛൻ, അമ്മ, അവരുടെ മക്കൾ, അത്രയും അടങ്ങുന്നതാണ് ഒരു ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. ഏറിപ്പോയ 1-2 ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഈ ജോയിന്റ് ഫാമിലി എന്താണെന്നുള്ളത് നോക്കാം. ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത് അച്ഛൻ, അമ്മ, മക്കൾ, പേരക്കുട്ടികൾ, അതുപോലെ മുത്തശ്ശി, മുത്തച്ഛൻ, അങ്ങനെ ഒത്തിരി ന്യൂക്ലിയർ ഫാമിലീസ് അടങ്ങിയിട്ടുള്ളതാണ് ഒരു ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. ആൻഡ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒരു 3-4 പോയിന്റാണ് രണ്ടിനും വരുന്നുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുള്ളൂ.